ഗ്രീൻലാൻഡിൽ അധിനിവേശം നടത്തുന്നവർക്ക് നേരെ വെടിവെക്കുമെന്ന് ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം. ചോദ്യവും പറച്ചിലും രണ്ടാമത്തെ കാര്യമാണെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ശീതയുദ്ധകാലത്തെ സൈനിക നയം ഡെൻമാർക്ക് പുതുക്കിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിസ്വാൻ ഹുസൈനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. റിസ്വാൻ, ഡെൻമാർക്ക് ഈ നയം വളരെ ശക്തമായി വ്യക്തമാക്കുകയാണ്. നൗഫൽ, കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഗ്രീൻലാൻഡ് നമുക്കറിയാം, ആർട്ടിക് സമുദ്രദ്വീപാണ് ഗ്രീൻലാൻഡ്. അതിൻ്റെ ഭരണം നിലവിലുള്ളത് ഡെൻമാർക്കിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് ഇത് ഒന്നില്ലെങ്കിൽ ഡെൻമാർക്ക് സ്വമേധയായി ഗ്രീൻലാൻഡ് ഒഴിഞ്ഞ് US-ന് വിട്ടുതരണം. അഥവാ അങ്ങനെ വിട്ടു നൽകിയില്ലെങ്കിൽ ഗ്രീൻലാൻഡിലേക്ക് സൈനിക അധിനിവേശം നടത്താൻ US തയ്യാറാണ് എന്നുള്ളൊരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഇതിന് പ്രത്യേകമായുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ ഗ്രീൻലാൻഡിന് സമീപത്തായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് US-ന്റെ പരമാധികാരത്തിനുള്ള വെല്ലുവിളിയാണ് എന്നാണ് US നൽകുന്നൊരു വിശദീകരണം, അല്ലെങ്കിൽ US-ന്റെ വാദം അതാണ്. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് US-ന്റെ പക്ഷത്ത് വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് വാദിക്കുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഡെൻമാർക്ക് ഔദ്യോഗികമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അവർ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത്, ഇത്തരത്തിൽ രാജ്യത്തിന് നേരെ ഒരു സൈനിക അധിനിവേശം അല്ലെങ്കിൽ സൈനിക നടപടി മറ്റേത് രാജ്യങ്ങൾ അതിർത്തിയിൽ ഉണ്ടായാൽ അതിന് നേരെ ആദ്യം വെടിവെക്കുക, പിന്നീട് ചോദിക്കുക എന്നുള്ളൊരു നയമാണ് ഡെൻമാർക്ക് ഇപ്പോൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതായത് മറ്റൊരു അനുമതിയോ അല്ലെങ്കിൽ അധികാരികളുടെ അനുമതിയോ ഉത്തരവോ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യം ഡെൻമാർക്കിനില്ല. ആദ്യം വെടിവെക്കുക, പിന്നീടുള്ള ചോദ്യമെല്ലാം പിന്നീട് എന്നുള്ളൊരു നിലപാടിലാണ് ഡെൻമാർക്ക് നിലവിലുള്ളത്. ഈ നിയമത്തിനൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് 1940-ൽ നാസി ജർമ്മനി ഡെൻമാർക്ക് അറ്റാക്ക് ചെയ്തപ്പോൾ അതിനുശേഷം നിലവിൽ വന്ന, അതായത് 1952-ൽ അവിടുത്തെ ശീതകാല യുദ്ധത്തിൽ നിലവിൽ വന്ന ഒരു സൈനിക നിർദ്ദേശമാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം. അതായത് ആദ്യം വെടിവെക്കുക, പിന്നീട് ചോദ്യം എന്നുള്ളത്. അത് നിലവിൽ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഡെൻമാർക്ക് പറയുന്നത്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നിലവിൽ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വെനിസ്വേലയ്ക്ക് പിന്നാലെ മറ്റൊരു സൈനിക അധിനിവേശം US നടത്തുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യം.